എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് കടൽ തീരത്തും പിന്നെ അതിനടുത്തുള്ള ഒരു വില്ലേജ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഹെയിൽ വില്ലേജ് കേട്ടോ. പണ്ടൊരിക്കൽ അവിടെ പോയിട്ട് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ഫ്ലാറ്റിൽ നിന്നും താഴേക്ക് വന്നപ്പോൾ ഒരു വെറൈറ്റി പൂച്ചക്കുഞ്ഞ് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അത് നന്നായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ എന്നറിയാൻ വയ്യ. ഒരു ബ്ലാക്കും പിങ്കും ഒക്കെ ആയിട്ട് നിറമുള്ളതായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇവിടെ നിറയെ പൂച്ചകൾ ഇങ്ങനെ പ്രസവിച്ചിട്ട് കുറേ കുഞ്ഞുങ്ങളും പൂച്ചയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ അവിടുന്ന് നമ്മൾ നേരെ പോയത് ബീച്ചിലേക്കാണ്. അപ്പോൾ ബീച്ചിൽ കുറേ കുതിരകൾ ഇങ്ങനെ ആ കടൽ തീരത്തുകൂടി ആൾക്കാർ അതിൻ്റെ പുറത്ത് സവാരി നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തപ്പോൾ കാണാം കുറേ കുതിരക്കൂട്ടങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ അതിന് ശേഷം കുറേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഞങ്ങളവിടെ ഇങ്ങനെ ഇരുന്നപ്പം കാണാം ഒരു പയ്യൻ കുതിരയെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ആ കുതിരയെ കടലിനകത്തോട്ട് ഇങ്ങനെ കൊണ്ടുപോകും. അന്നേരം ഈ തിര വരുമ്പോൾ ഉണ്ടല്ലോ ഈ കുതിര ബാക്കിലേക്ക് ഇങ്ങനെ മാറും പേടിച്ചിട്ട്. അത് ഒരു വെറൈറ്റി കാഴ്ചയായിട്ട് തോന്നിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ആ കുതിരയാണ് ആ പയ്യനും കൂടാണ് ദേ അവിടുന്ന് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ആദ്യമേ അതിനെ ഇങ്ങനെ സ്പീഡിൽ ഇങ്ങനെ ഓടിച്ചിട്ടാണ് പിന്നെ ആ കുതിരയെ കടലിലേക്ക് ഇങ്ങനെ ഇറക്കി വിടുന്നത്. ആ തിരമാല കണ്ടിട്ട് കുതിരയ്ക്ക് ചെറിയ ഭയമൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അവൻ വീണ്ടും ആ കുതിരയെ കടലിലേക്ക് ഇങ്ങനെ ഇറക്കി വിടുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ കടൽ തീരത്തൂടെ കുറേ വണ്ടികൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുന്നത് കാണാം. അതേപോലെ അവിടെ തന്നെ പായൊക്കെ വിരിച്ചിട്ട് അല്ലെങ്കിൽ തുണിയൊക്കെ വിരിച്ചിട്ട് അവിടെ ഉള്ള ഒമാനി ആൾക്കാർ ഫുഡൊക്കെ ഇങ്ങനെ ഇരുന്ന് എല്ലാവർക്കും കൊടുത്ത് അവരും ഒക്കെ കഴിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെയൊക്കെ നമ്മൾ പുറത്തൊക്കെ പോകുമ്പം ഇതേപോലുള്ള മനോഹര കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് മനസ്സിനെ ഒന്ന് ഫ്രീ ആക്കാനും പറ്റും. പ്രധാനമായിട്ടും കടൽ തീരമല്ലേ, അപ്പോൾ കടൽ ഇഷ്ടപ്പെടാത്ത ആരല്ലേ. അപ്പം നമ്മൾ ചെന്നപ്പോഴത്തേക്കും സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാൻ തുടങ്ങുന്നുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിലും അച്ചു അത് ഇതിൽ ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ പോയത് ആ വില്ലേജിലേക്കാണ്. ആ വില്ലേജ് എന്ന് പറഞ്ഞാൽ വലിയൊരു ബിൽഡിങ്ങും അവരുടെ വില്ലേജിൻ്റേതായിട്ടുള്ള ഒരു രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ചെറിയ ഒരു വാതിൽ കൂടിയാണ് അങ്ങോട്ട് കയറി. അപ്പം നമുക്കിത് കാണുമ്പോൾ തോന്നും ഒരു വീടാണെന്ന് തോന്നും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അകത്തോട്ട് കയറുമ്പോഴത്തേക്കും വിശാലമായിട്ടുള്ള കടകളൊക്കെ ആട്ടോ. അതിൻ്റെ മെയിൻ എൻട്രൻസിൽ കൂടിയല്ല നമ്മൾ കയറിയത്. അപ്പോൾ അങ്ങോട്ട് കയറുമ്പോഴത്തേക്ക് കണ്ടോ എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട് കേട്ടോ. ഒരുപാട് വെറൈറ്റി ഫുഡൊക്കെ ആണ് ഇവിടെ ഇതിനകത്ത് മെയിനായിട്ടുള്ളത്. അതേപോലെ ബാഗും ചെരുപ്പും എല്ലാത്തിനും നല്ല വിലയാട്ടോ. അങ്ങനെ നമ്മൾ അതിലേക്കൂടൊക്കെ നടന്നു. നേരത്തെ പോയപ്പോൾ ഇവിടെ എല്ലാം വാട്ടർ ഫൗണ്ടൻ ഉണ്ടായിരുന്നു. അതേപോലെ ഇപ്രാവശ്യം നമ്മൾ ചെന്നപ്പോഴത്തേക്ക് അവിടെ എന്തോ ഒരു നമ്മളെ ഈ വലിയ കടകളിലൊക്കെ പോകുമ്പോൾ കിയോസ്കി ഇരിക്കത്തില്ലേ, അതേപോലെ കുറേ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും അവിടെ കുറേ പൂക്കളൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അവർ എന്തൊക്കെയോ ഇങ്ങനെ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് ഇതിൻ്റെ പരസ്യം അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ അവിടുന്ന് മേടിക്കുകയും ചെയ്യാം. അപ്പോൾ എന്ത് സംഭവങ്ങൾ കണ്ടാലും ഞങ്ങൾ അതിനകത്തെല്ലാം കയറി എന്തൊക്കെയാണ് എന്നുള്ളതൊന്ന് നോക്കിയിട്ട് വരാറുണ്ട്. അപ്പം നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ആദ്യമേ അതിൻ്റെ ഫ്രണ്ട് കാണാനായിട്ട്, അതായത് ആ പറഞ്ഞ സംഭവം കാണാൻ നമുക്ക് എന്തായാലും കാണുമ്പോൾ എന്താണ് അതിനകത്ത്, അതായത് ഉള്ളിലുള്ളത് എന്നറിയാനൊരാകാംക്ഷ നമുക്കുണ്ടല്ലോ. അതേപോലെ ഈ സൈഡിലെല്ലാം ഉണ്ടല്ലോ കുമിഞ്ചാൻ ഇങ്ങനെ വെച്ച് പോച്ചുകൊണ്ടിരിക്കുക. അപ്പം നല്ലൊരു മണമാണ് നമ്മൾ അതിലേക്കൂടി ഇങ്ങനെ നടക്കുമ്പം. അതേപോലെ ഈന്തപ്പനകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവധി ദിവസമുള്ള, അതായത് നമ്മൾ ഫ്രീ ആകുന്ന സമയത്തൊക്കെ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ ഇത് നല്ല തുറസായിട്ടുള്ള നല്ല സ്ഥലം കേട്ടോ. ഒക്കെ പോകാൻ കഴിയുവാണെങ്കിൽ എന്താ പറയുന്നത്, നല്ലൊരു മാനസിക സന്തോഷമൊക്കെ നമുക്ക് കിട്ടും. അപ്പം ഞാൻ പറഞ്ഞ ആ എൻട്രൻസ് ആണ് കുറേ പൂക്കളുടെ ഒരു പ്ലാസ്റ്റിക് പൂക്കളാട്ടോ, അതൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ എൻട്രൻസ് ആണ് ആ കാണുന്നത്. അപ്പോൾ ആ ഭംഗി കണ്ടിട്ട് അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുത്താലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഫോട്ടോയൊക്കെ എടുത്തിട്ട് അതിനുള്ളിലേക്ക് നമ്മൾ പോയി. അപ്പോൾ കൂടുതലും അതിനകത്തുണ്ടായിരുന്നതാണ് എന്താന്ന് വെച്ചാൽ മേക്കപ്പ് സാധനങ്ങൾ, അതേപോലെ പിന്നെ നമ്മുടെ ഓർണമെൻറ്റ്സ്, ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളായിരുന്നു കേട്ടോ. അപ്പം നേരത്തെ നമ്മൾ വന്നപ്പോഴെന്ന് പറഞ്ഞാൽ ഇതേപോലെ വേറെ അവരോരോ ബോർഡൊക്കെ വെച്ചിട്ട് വെറൈറ്റി തരത്തിലുള്ള പക്ഷികളും മൃഗങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചില സമയങ്ങളിൽ നമ്മൾ വരുമ്പോഴേ ഇവിടെയാണെങ്കിൽ നല്ല പാട്ടൊക്കെ കേൾക്കാം കേട്ടോ. അതായത് ഇവരുടെ ഒമാനികളുടെ തന്നെ ഒരു പ്രത്യേകതര സോങ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കിങ്ങനെ കേൾക്കാൻ കഴിയും. അപ്പോൾ ഓരോ പ്രാവശ്യം വരുമ്പോൾ ഇവിടെ ഓരോരോ വെറൈറ്റി കാര്യങ്ങളാണുള്ളത്. ഇനിയിപ്പോഴെന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങളും കൂടെയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഒരു ഒക്ടോബർ ലാസ്റ്റ് നവംബറൊക്കെ ആകുമ്പോഴത്തേക്ക് തണുപ്പ് തുടങ്ങും കേട്ടോ. അപ്പം നല്ല ഒരു ഇതാണ് നമുക്ക് പുറത്ത് പോകാനൊക്കെ. ചിലപ്പം തണുപ്പ് കാരണം നമുക്ക് അവിടെ നിൽക്കാനും പറ്റാത്ത ഒരവസ്ഥയൊക്കെ ആവും.
അങ്ങനെ ഞങ്ങളവിടെ കുറേ നേരം നടന്നു. അതേപോലെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ പോപ്കോൺ കണ്ടു. അപ്പോൾ അതിരിക്കുട്ടന് ഇച്ചിരി പോപ്കോൺ മേടിക്കാമെന്ന് വിചാരിച്ചു. അതിരിക്കുട്ടന് പോപ്കോൺ മേടിച്ചെങ്കിലും കഴിച്ചത് മൊത്തം ഞാനാട്ടോ. എനിക്ക് പോപ്കോൺ ഭയങ്കര ഇഷ്ടമാണ്. ഈ കാണുന്നത് എന്താണെന്നറിയോ, ഒമാനികളുടെ തൊപ്പിയുടെ ഷേപ്പിൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കും കേട്ടോ. വലിയൊരു കൂടാരം പോലെയാണ് കാണുന്നത്. അപ്പോൾ അവരുടെ തൊപ്പിയുടെ ഷേപ്പാണ് ഇത്. അപ്പോൾ അവിടേക്ക് ഞാൻ അതിനകത്ത് എന്താണ് ഉള്ളത് എന്ന് നോക്കി. അപ്പോൾ അകത്തെങ്ങും ഒന്നുമില്ല, പൊള്ളയാട്ടോ. അത് കഴിഞ്ഞ് അപ്പോഴത്തേക്കും വിശപ്പായി. ഞങ്ങൾ പിന്നെ അവിടുന്ന് നേരെ ഹോട്ടലിലേക്കാണ് പോയത്. ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഫുഡ് എന്ത് വേണമെന്നുള്ളത് ഞാൻ തിരയത്തൊന്നുമില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ ബിരിയാണിയാണ്. അപ്പോൾ ചിക്കൻ ബിരിയാണിയോ മട്ടൻ ബിരിയാണിയോ ഉണ്ടെങ്കിൽ വേറെ ഒന്നും ഞാൻ നോക്കാറില്ല. നന്ദേട്ടൻ പൊറോട്ടയും ബീഫും ഓർഡർ ചെയ്തു. നമ്മുടെ മലയാളികളുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണമാണല്ലോ പൊറോട്ട ബീഫും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ കുറച്ച് സലാഡ് കൊണ്ടുവച്ചു. അപ്പോൾ അതിലേക്ക് നാരങ്ങ നീരൊക്കെ ഇങ്ങനെ പിഴിഞ്ഞത് നമ്മുടെ അതിർക്കുട്ടി ഒഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു കഷ്ണം അവൻ്റെ വായിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തപ്പോൾ അവന് നല്ല പുളിയായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ നേരം ക്ഷമയോടെ കാത്തിരുന്നതിന് ഏകദേശം ഒരു 10-25 മിനിറ്റോളം ക്ഷമയോടെ ഇങ്ങനെ വിശന്ന് കാത്തിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ശേഷമാണ് നമ്മുടെ ഫുഡൊക്കെ ഇങ്ങനെ വന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഫുഡ് ഇങ്ങനെ വന്നപ്പോഴത്തേക്കും ആദ്യമേ അവർ ബിരിയാണി കൊണ്ടുവച്ചു. പിന്നെ പുറകെ ഓരോന്നായിട്ട് ഇങ്ങനെ വന്നു. അപ്പം ഇങ്ങനെ വിശന്ന് ഒരു പരുവമായിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. ഏകദേശം നമ്മൾ സലാഡൊക്കെ കഴിച്ച് തീർത്തു. പിന്നെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു. എന്നിട്ടും ഫുഡ് വരുന്നില്ല. അങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരുന്നിട്ട് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഫുഡെല്ലാം വന്നു. അങ്ങനെ എല്ലാവരും അത് ഷെയർ ചെയ്തു. എന്താ വെച്ചാൽ ബിരിയാണി വേണ്ടുന്നവർക്ക് ബിരിയാണി എടുത്തു. അതേപോലെ തന്നെ നമ്മുടെ പൊറോട്ടയും ബീഫും വേണ്ടുന്നവർ പൊറോട്ടയും ബീഫും എല്ലാം കഴിച്ചു. പിന്നെയെന്ന് പറഞ്ഞാൽ ഒരു 7 അപ്പ് മേടിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അതുമൊക്കെ കഴിച്ചിട്ട് ലാസ്റ്റിൽ നമ്മുടെ ഒരു സോഡാ നാരങ്ങ വെള്ളം കൂടെ മേടിച്ചു. അപ്പോൾ അത് സൂപ്പറായിരുന്നു. അങ്ങനെ ഫുഡെല്ലാം വന്നു. പക്ഷേ നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു കേട്ടോ. പക്ഷേ അതിരിക്കുട്ടന് കഴിക്കാൻ ഇച്ചിരി പാടായിരുന്നു. പിന്നെ ലാസ്റ്റിൽ ഞാൻ കഴിച്ചിട്ട് അവന് കുറച്ച് വാരി കൊടുത്തു. അത് മാത്രമേ അവൻ കഴിച്ചുള്ളായിരുന്നു കേട്ടോ. ഇങ്ങനെ കൊണ്ടുവരുമ്പോഴത്തേക്ക് എല്ലാമൊക്കെ വാരി അതിലൊക്കെ ഇങ്ങനെ വെക്കും. പക്ഷേ കഴിക്കത്തില്ല പുള്ളിക്കാരെ. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. പിന്നെ ലാസ്റ്റിൽ കുറേ നിർബന്ധിച്ചിട്ടാണ് അതിരിക്കുട്ടൻ കഴിച്ചത്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഫുഡെല്ലാം ഇഷ്ടപ്പെട്ടു. പിന്നെ ഫുഡെല്ലാം കഴിച്ചിട്ട് കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്ത്. എന്താണെന്ന് വെച്ചാൽ അന്നേരം ഒരുപാടങ്ങ് ഇരുട്ടിയിട്ടൊന്നും ഇല്ലായിരുന്നു. ഒരു ഏകദേശം 8 മണി 8:30 ആവുന്നതേ ഉള്ളായിരുന്നു. പിന്നെ നമ്മൾ ഈ ഫുഡ് കഴിക്കുന്നതിൻ്റെ മുകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല സീനറി ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് നിങ്ങളെ കാണിക്കാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു നമ്മളുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. അതേപോലെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതേപോലെ നമ്മൾ വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമല്ലോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരേക്കും ടാറ്റ, ടേക്ക് കെയർ.